ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഫിഷ് കറി ഉണ്ടാക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് മറ്റ മീനാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള സബോള, പച്ചമുളക്, ഇഞ്ചി, ചുമന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും സബോളയും ചെറിയ ഉള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് നമ്മൾ സവോള, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ലേശം ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അധികം മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ആ പച്ചപ്പ് ഒന്ന് ജസ്റ്റ് മാറി കിട്ടിയാൽ മതി. അത് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോഴത്തേന് ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഉള്ളി, സവോള, ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിങ്ങനെ ഒന്ന് നീക്കിയിട്ട് അതിൻ്റെ നടുവിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഫിഷ് എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിന് കുറച്ച് മതി മല്ലിപ്പൊടി ആഡ് ചെയ്തെടുക്കും. 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അധികം മൂത്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ അതിനകത്തൊന്ന് ആ ഉള്ളിക്കകത്ത് കിടന്നൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ മുളക് പൊടിയും അതെല്ലാം ഒന്ന് അതിൽ പെരണ്ടെല്ലാം ഒന്ന് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. അധികം മുളക് പൊടി വേണ്ട, ബിക്കോസ് അതൊരു റെഡിഷ് കളറല്ല, ഒരു വൈറ്റ് കളർ പോലെ ആയിരിക്കുമേ, ഒരു യെല്ലോ കളറായിരിക്കും കറി വരുന്നത്. അപ്പം നമ്മൾ ആഡ് ചെയ്തതെല്ലാം കൂടെ ഒന്ന് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് ജസ്റ്റ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതിയേ, നമ്മൾ തേങ്ങാപ്പാലത് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലേശം വെള്ളം കൂടെ ഒഴിക്കാം. അങ്ങനെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് തിളച്ചു. ഇനിയും അതിലേക്ക് നമുക്ക് 2ാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ 2ാം പാല് കിടന്ന് വേണം ഈ ഫിഷ് വേവാൻ. അങ്ങനെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിക്ക് വേണ്ടി നമ്മൾ മാങ്ങയാണ് ആഡ് ചെയ്യുന്നത്. ടൊമാറ്റോ ഇഷ്ടമുള്ളവർക്ക് ടൊമാറ്റോ ഇടാം. മാങ്ങയുടെ ടേസ്റ്റ് നല്ലതായതുകൊണ്ട് മാങ്ങ ഇടാം. നമ്മൾ 2ാം പാല് ഒഴിച്ച് വെച്ചിരുന്ന പാത്രമില്ല, അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മാങ്ങയും ഈ ഗ്രേവിയും കൂടെ ഒന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ച് പാകമായി വരുമ്പോഴത്തേനും നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. തിളച്ച് കഴിയുമ്പം ഉപ്പ് ഇല്ലെങ്കിൽ ലേശം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഉള്ളിയൊക്കെ വഴറ്റിയ സമയത്ത് അതിനകത്ത് ഉപ്പ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ടവർക്ക് ലേശം ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൂടി വെച്ച് തിളയ്ക്കാൻ വയ്ക്കാമേ, ഒന്ന് തിളച്ച് വരട്ടെ.
തിളച്ചതിന് ശേഷം നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തിളച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, എന്നിട്ട് വേണമല്ലോ ഫിഷ് ആഡ് ചെയ്യണം. എന്നിട്ട് നോക്കാം, തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫിഷെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും തേങ്ങാപ്പാലിൽ കിടന്ന്, രണ്ടാം പാലിൽ കിടന്ന് ആ പുളിയും മാങ്ങയുടെ പുളിയും ഒക്കെ കൂടെ അതിൽ പിടിച്ച് വരുമ്പം നല്ല ടേസ്റ്റായിരിക്കും. നമുക്കിനി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടച്ച് വയ്ക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒന്ന് ഓൾറെഡി തിളച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് നോക്കാം, നമ്മുടെ ഫിഷെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. വാവ്, സൂപ്പർ! എല്ലാം പാകമായി വെന്ത് വന്നിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും മുകളിലേക്ക്, ഇങ്ങനെ സൈഡിൽ കണ്ടില്ലേ, അപ്പോഴാണ് അത് പാകമായി നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി നമുക്ക് പുളി ഉപ്പും എല്ലാം പാകത്തിനാണോ എന്നൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ നോക്കി, പുളിയും മാങ്ങയൊക്കെ വെന്ത് പുളിയൊക്കെ അത് പിടിച്ച് നല്ല പരുവായിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതെല്ലാം ഓക്കെ ആയി പരുവായിട്ടുണ്ട്. ഇനി ഇങ്ങനെ നന്നായിട്ട് വെന്ത് ഒരു വറ്റി വന്നിട്ടുണ്ട്. നന്നായി വറ്റിയല്ല, ഒരു പരുവത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ്, ഒന്നാം പാലേ ഒഴിക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റായിക്കോട്ടെ. ബിക്കോസ് നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല. നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേറൊരു രീതിയിലും കുക്ക് ചെയ്യാം. അതായത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവർ, ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് കിട്ടും. അതല്ല ബുദ്ധിമുട്ടുള്ളവർ തേങ്ങ നന്നായിട്ട് അരച്ചാലും മതി. നമ്മൾ ഈ വഴറ്റിയ ഉള്ളിയെല്ലാം കൂടെ ശകലം തേങ്ങയിലിട്ടിട്ട് തേങ്ങ നന്നായിട്ട് അരച്ച് എടുത്താലും ഇതേപോലെ വയ്ക്കാൻ പറ്റും. അത് വേറൊരു ടേസ്റ്റാണെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ്. അങ്ങനെയും വയ്ക്കാം. തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവർക്ക് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്കിത് അടച്ച് തിളയ്ക്കണ്ട. ഇനി നമുക്ക് ചെറുതായിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പം ഓഫ് ചെയ്യാം.